ഒരു ഘട്ടത്തിലും പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നതാണ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം. ത്വായിഫിലെ അതികഠിനമായ മർദ്ദനങ്ങൾക്കും ഏറുകൾക്കും വിധേയനായി തിരിച്ചു വരികയാണ് റസൂലുള്ള. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു ചോദിച്ചു, ആരാണ് ഇനി നമുക്ക് സംരക്ഷണം തരാൻ? പടച്ചവനുണ്ട് നമ്മുടെ കൂടെ എന്നാണ് റസൂലിന്റെ മറുപടി. മക്കയുടെ അതിർത്തിയിലെത്തിയ റസൂലുള്ള മുശ്രിക്കുകളിൽ നിന്ന് ആരെങ്കിലും തനിക്ക് സംരക്ഷണം തരുമോ എന്ന് അന്വേഷിക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യം അഹ്നസ് ബിൻ ഷുറൈഖിനെ സമീപിച്ചു. അദ്ദേഹം ചില നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സംരക്ഷണം നൽകാൻ കഴിയില്ല എന്നറിയിച്ചു. പിന്നീട് അംർ ബിൻ സുഹൈലിനെ സമീപിക്കുന്നു. അദ്ദേഹവും പറഞ്ഞു, എനിക്ക് കഴിയില്ല. മൂന്നാമതായി മുത്തൈമ ബിൻ അദീനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കുകയും മുത്തൈമ അദ്ദേഹത്തിന് സംരക്ഷണം നൽകാമെന്ന് ഏൽക്കുകയും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ റസൂൽ മക്കയിലേക്ക് തിരിച്ച് പ്രവേശിക്കുകയും ചെയ്തു. രസകരമായ കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുത്തൈമ ബിൻ അദിയ് മുസ്ലിം ആകാതെയാണ് മരിച്ചു പോകുന്നത്. അതേസമയം അംർ ബിൻ സുഹൈല് പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അശ്റത്ത് ബിൻ ഷുറൈഖ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം പറയുന്നത്.